അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഓർമ്മപ്പെടുത്തി. ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ആ സമൂഹത്തിന്റെ നാശം അടുക്കുമ്പോ അള്ളാഹു ആ സമൂഹത്തിൽ ചെയ്യുന്ന അടയാളങ്ങളിൽ ഒന്ന് അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ആ സമൂഹത്തിൽ നിന്നും ലജ്ജ എടുത്തു കളയും. ലജ്ജ എന്ന കാര്യം അള്ളാഹു എടുത്തു കളയും. ആ എടുത്തു കളയപ്പെട്ട കാലമാണോ ഇന്ന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം തന്റെ പെണ്ണിനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഗർഭമായി പടച്ച റബ്ബ് അനുഗ്രഹിച്ചപ്പോ ആ അനുഗ്രഹിക്കപ്പെട്ട പെണ്ണിന്റെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റിന്റെ പ്രഗ്നൻസി കാർഡ് മീഡിയകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവനാന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ആണും പെണ്ണും സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന ദയനീയമായ കാഴ്ച. അതിനേക്കാളേറെ മനുഷ്യന്റെ കിടപ്പറയിൽ കുതിരയുടെ സുഖം കിട്ടാൻ വേണ്ടി എന്തോ വിൽക്കാൻ വേണ്ടി ആണും പെണ്ണും മീഡിയകൾക്ക് മുൻപിൽ സ്റ്റാമിനയുണ്ടാക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടോടുന്ന കാഴ്ച. ഒരു ഭാഗത്ത് ഇതാകുമ്പം മറുഭാഗത്ത് 8 മാസം തികഞ്ഞ പെണ്ണിന്റെ വയറ്റത്ത് തുമ്മ വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന പ്രഗ്നന്റിന്റെ ഡേറ്റ് അവതരിപ്പിക്കുന്ന കാലികമായ നിരവധി കാഴ്ച. വിവാഹത്തിന്റെ മുൻപ് പോലും നിക്കാഹ് നടക്കാതെ ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോയി ബീച്ചുകളിൽ ചുണ്ടോട് ചുണ്ട് ചേർത്ത് ലിപ്സ്റ്റിക് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ ക്യാമറമാനും കണ്ടു നിൽക്കുന്ന 100 പേരെയും നാണം കെടുത്തി ആ ലിപ് ലോക്ക് പകർത്തി സേവ് ദി ഡേറ്റും അതിനേക്കാളും വലിയ റീൽസും ഇറക്കി നാട്ടുകാർക്ക് മുൻപിൽ അവനാന്റെ ലജ്ജ വിളംബരം ചെയ്യുന്ന ലജ്ജയില്ലായ്മ കാണിക്കുമ്പോ കണ്ടു രസിക്കാനും ആസ്വദിക്കാനും മനുഷ്യർക്ക് മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ ജനതയിൽ അള്ളാഹ് ആദ്യം എടുത്തു കളയുന്നത് ലജ്ജയായിരിക്കും. എന്തും കാണാം, എന്തും കേൾക്കാമെന്നൊരു ചിന്ത. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു കുടുംബബന്ധ സംവിധാനം നമുക്കും നമ്മളെ മക്കൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ സമൂഹം ഭാവിയിൽ നേരിടേണ്ടി